തിരഞ്ഞെടുപ്പിൽ അങ്ങനെ അപ്രതീക്ഷിതമായ UDF ഇത്രയും നേട്ടം ഉണ്ടാക്കും, അതിന് അപ്രതീക്ഷിതമെന്ന് പറയാൻ പറ്റില്ല. കാര്യം കഴിഞ്ഞ തവണ അവർക്ക് 19 ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ 19-ൽ നിന്ന് എത്ര 1 കുറയോ 2 കുറയോ 3 കുറയോ, പരമാവധി 4 അല്ലെങ്കിൽ 5, അതിൻ്റെ താഴേക്ക് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല, കണക്ക് കൂട്ടിയിരുന്നുമില്ല. അതായത് ഒരു സീറ്റിൽ നിന്നും LDFന് ഒരു പരമാവധി 5 സീറ്റിലേക്ക് പോകാമെന്നുള്ളൊരു സാധ്യത എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ ഒരു സീറ്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആലപ്പുഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കിട്ടിയാൽ എന്താ പറയുന്നത്, വിജയ ശതമാനം ഇരട്ടിയായി. അങ്ങനെ കണക്കാക്കിയിരുന്നാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള BJPയുടെ ആക്രമണം. ഇതിപ്പോൾ ഒരു ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നടന്ന, ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പാണ്, സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പല്ല. അപ്പോൾ സ്വാഭാവികമായി ദേശീയ തലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് വോട്ട് ചെയ്യാൻ പോകുന്നവരുടെ മുന്നിലുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ BJP വേണോ കോൺഗ്രസ് വേണോ എന്നുള്ളൊരു ഓപ്ഷൻ രണ്ടെണ്ണത്തിലേക്ക് ചുരുങ്ങും. അങ്ങനെ നോക്കുമ്പോൾ BJPയുടെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആ നിലപാടുകളെല്ലാം പരിശോധിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ലാസ്റ്റ് ലാപ്പിൽ മോദിയുടെ ചില പ്രസംഗങ്ങളും പരാമർശങ്ങളൊക്കെ വന്നപ്പം ഈ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ, മുസ്ലിം ന്യൂനപക്ഷം, ക്രിസ്ത്യൻ ന്യൂനപക്ഷമെല്ലാം UDFനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാര്യം പിന്നെ അതിൻ്റെ കണ്ണൂരല്ല, അവിടെ നിന്ന് എടുക്കാം, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോടൊക്കെ MK രാഘവൻ എത്ര ഭീകരമായ മാർജിനിലാണ് ജയിച്ചത്. അവിടുത്തെ മാർക്സിസ്റ്റ് നേതാക്കളുടെ വർത്തമാനം കേട്ടാൽ പിന്നെ തലപൊക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വായിലാണ് വർത്തമാനം പറയുന്നത്. അത്രയും ആളുകളുണ്ടായിരുന്ന കോഴിക്കോട് ഞങ്ങളാണ് ഏറ്റവും വലിയ കക്ഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPMന് അവിടെ CPMൻ്റെ മണ്ടയ്ക്ക് അടിച്ചിരുത്തിയാണ് MK രാഘവൻ ഇത്രയും വലിയൊരു മാർജിനിൽ അവിടെ ജയിച്ചു വന്നിരിക്കുന്നത്. അപ്പം അതൊരു കോൺഗ്രസ് വോട്ടല്ല അവിടെ കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസ് വോട്ടിന് പുറത്ത് അവിടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഏകീകരിച്ച് MK രാഘവന് പോയിരിക്കുന്നു. അതുപോലെ കാസർഗോഡ്, കണ്ണൂർ, വടകര, പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ എറണാകുളം കഴിഞ്ഞിട്ട് ഇടുക്കിയിലെയും എറണാകുളത്തെയും ഭൂരിപക്ഷം എത്ര മാരകമായ രീതിയിലാണ് മുകളിലോട്ട് കയറിപ്പോയത്. ഇപ്പുറത്ത് വന്നാൽ പിന്നെ പത്തനംതിട്ട, പിന്നെ തിരുവനന്തപുരത്ത് വന്നാൽ പിന്നെ ശശി തരൂർ ശരിക്ക് പറഞ്ഞാൽ ഈ പറഞ്ഞ പോളറൈസേഷൻ, ന്യൂനപക്ഷത്തിൻ്റെ പോളറൈസേഷൻ്റെ കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് ചാടി അവസാന നിമിഷം കയറിപ്പോയത്, രക്ഷപ്പെട്ടത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഈ പറഞ്ഞ ന്യൂനപക്ഷത്തിൻ്റെ ഈ പോളറൈസേഷന് പുറമേ ഗവൺമെൻറ് ഇപ്പം ഒരിക്കലും ഇടതുമുന്നണിയോ CPMോ ഒരിക്കലും സമ്മതിച്ച് തരില്ല. കാര്യം സർക്കാരിനെതിരായ ഒരു ഭയങ്കരമായ എന്താ പറയുന്ന ഒരു കാറ്റ്, സർക്കാരിനെതിരായിട്ടൊരു കാറ്റ് കഴിഞ്ഞ കുറേ നാളായി കേരളത്തിൽ വീശുന്നുണ്ട്. അതിപ്പം എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ക്ഷേമ പെൻഷൻ. ഇപ്പം ഒരു മിഡിൽ ക്ലാസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു 100 രൂപയോ 1000 രൂപയോ ഇപ്പോൾ ഒരു വലിയ കാര്യമല്ല. പക്ഷേ ഒരു പണിയുമില്ലാതെ വീട്ടിൽ ഇങ്ങനെ പട്ടിണിയും ദാരിദ്ര്യമായിട്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു അപ്പൂപ്പനോ ഒരു അമ്മൂമ്മയ്ക്കോ 1500 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണത്. അപ്പോൾ ആ പെൻഷൻ നിന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഏറ്റവും വലിയ സംഘടന NGO യൂണിയൻ ആണ്. ആ NGO യൂണിയനിൽ പോലും ഈ ക്ഷാമബത്ത എത്ര കാലമായി പിടിച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ അതിനകത്തൊക്കെ വലിയ റിസൻമെൻ്റ് ഉണ്ട് ജീവനക്കാർക്കിടയിൽ. അവർ NGO യൂണിയനൊക്കെ ആയിരിക്കുകയും ആളുകളെപ്പോഴും വോട്ട് ചെയ്യുമ്പോൾ അത് അവരുടെ മുന്നിൽ നിൽക്കുന്ന അവർ ഫേസ് ചെയ്യുന്ന ഈ ഗവൺമെൻറ്റിനാൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഒരു സർക്കാരിൻ്റെ തീരുമാനം മുഖേന അവർക്കുണ്ടാകുന്ന പ്രയാസം, അതാണ് അവരെ വോട്ട് ചെയ്യാൻ, ആർക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നോ ആർക്ക് പ്രതികൂലമായി വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനമെന്ന് പറയുന്നതാണ്. പിന്നെ ഇപ്പം അങ്ങനെ ഒരു ചർച്ച ചെയ്യപ്പെടാത്ത, എന്നാൽ ഞാൻ സീരിയസ് ആയിട്ട് കാണുന്നൊരു കാര്യമുണ്ട്. ഈ മറ്റേ പിന്നെ സിദ്ധാർത്ഥൻ കോളേജിൽ വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യയാണോ കൊലപാതകമാണോ അറിയില്ല. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ആ ഇഷ്യൂ സംസ്ഥാനത്ത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. നമ്മളത് ഒരാൾ ചെയ്തു, ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നു, ആ കുട്ടിയുടെ
കുട്ടി പീഡനത്തിന് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമായി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇരിക്കട്ടെ. പക്ഷേ അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീടുകളിൽ ചർച്ചയായി. കാര്യം എല്ലാ വീട്ടിലും ഒരു കുട്ടി ഒരു കോളേജിൽ പഠിക്കുന്നുണ്ട്, ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സംഭവം കേരളത്തിലെ എല്ലാ കോളേജുകളിലും നടക്കുന്നുണ്ട്. ആൾക്കൂട്ട വിചാരണ നടക്കുന്നുണ്ട്, റാഗിങ് നടക്കുന്നുണ്ട്, അടി നടക്കുന്നുണ്ട്, ഇടി നടക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമില്ലാത്ത, ഇപ്പം SFIക്ക് ഭൂരിപക്ഷമുള്ള കോളേജാണെങ്കിൽ അവർ SFIക്കാരിത് ചെയ്യുന്നു, ABVPക്ക് ഭൂരിപക്ഷമുള്ള കോളേജാണെങ്കിൽ അവർ ചെയ്യുന്നു, KSUവിന് ഭൂരിപക്ഷമുള്ള കോളേജാണെങ്കിൽ അവർ ചെയ്യുന്നു. ഇത് ഏറെ. അപ്പം ഇതിൻ്റെ ഒരു ഇത് വോളിയം പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോളേജുകളിൽ SFI ആണല്ലോ കൂടുതലുള്ളത്. അപ്പം സ്വാഭാവികമായി അതുണ്ടാകുന്നു. മഹാരാജാസ് കോളേജിലുണ്ട്, ആർട്സ് കോളേജിലുണ്ട്. ആർട്സ് കോളേജിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് തോന്നുന്നു. ഇവിടെ പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് അങ്ങനെയുള്ള കോളേജുകളിലുണ്ട് ഇത്തരം. അപ്പോൾ ഈ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യ വളരെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ഇത് വലിയ ചർച്ചയാകുകയും ചെയ്തപ്പോൾ ഈ വീട്ടിലെ ആ കോളേജിൽ പഠിക്കുന്ന കുട്ടി പറയുകയാണ്, എൻ്റെ കോളേജിലും യവന്മാർ വലിയ പ്രശ്നമാണ്, ആ കുട്ടിയെ ഇങ്ങനെ ചെയ്തു, ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്തു, ആ ആൺകുട്ടിയെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം വീട്ടുകാർ ഇതുവരെ കോളേജിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊന്നും കുട്ടികൾ ഒരു റിവീൽ ചെയ്യാൻ പല കാരണങ്ങളാൽ തയ്യാറാകുന്നില്ല. പക്ഷേ ഇതപ്പോൾ പല വീടുകളിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടുകയും ഇതൊരു എന്താ പറയുന്നത്, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണല്ലോ എന്നൊരു തലത്തിലേക്ക് വീടുകളുടെ അകത്തളങ്ങളിൽ സംസാരിക്കുകയും ചെയ്തു. പിന്നെ സംസ്ഥാനത്ത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരിതെന്ന് പറഞ്ഞാൽ പിന്നെ സൂപ്പർ മാർക്കറ്റുകളിലും വലിയ കടകളിലൊക്കെ പോയി സാധനം വാങ്ങുന്നവരുണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ ജനസംഖ്യയിൽ ഭൂരിപക്ഷവും ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണ്. അവിടെ ചെന്ന് റേഷൻ കാർഡ് കാണിച്ച് സബ്സിഡൈസ്ഡ് നിരക്കിലുള്ള സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണ്. അവിടെ പഞ്ചസാരയൊക്കെ എത്തിയിട്ട് എത്ര നാളായി? സർക്കാർ ഒരു തരത്തിലൊക്കെ പറയും, പിന്നെ അവിടെ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയും. പക്ഷേ പല ഷോപ്പുകളിലും ആവശ്യത്തിന് സാധനമില്ല, കിട്ടുന്നില്ല. അപ്പോൾ അത് ഇപ്പം ആളുകൾക്ക് തിന്നാനുള്ള സാധനം കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരും. അതിന് ആരായാലും ശരി. അതുപോലെ തന്നെയാണ് ആളുകൾക്ക് പയറും പഞ്ചസാരയും മുളകും ഒന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം വരും. അവർ സ്വാഭാവികമായിട്ട് പിന്നെ പോളിംഗ് ബൂത്തിൽ പോകുമ്പോഴത്തേക്കും സർക്കാരിന് ആരാണോ ഭരിക്കുന്നത് അവർക്കെതിരായിട്ടങ്ങ് ചാപ്പ കുത്തും. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നിട്ട് അപ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസ് ആണോ BJP ആണോ, അപ്പോൾ എന്നാൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവർ ജയിച്ചാലും ഇവർ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നവരല്ലേ, ആ ഒരു തിയറിയും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഉണ്ടായ ഒരു 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 കൾമിനേഷൻ പോയിന്റിലേക്ക് എത്തി ഇങ്ങനെ വന്നു എന്നുള്ളതാണ്. പക്ഷേ റിസൾട്ടൊക്കെ മോശമായിരിക്കുമെന്ന് CPM നേതാക്കൾക്കും ഏതാണ്ട് ധാരണ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. എനിക്കങ്ങനെ തോന്നുന്നത്. കാര്യം അവരങ്ങനെ ഒരു അധികമായിട്ട് ഇത്ര സീറ്റ് കിട്ടും, അവിടെ കിട്ടും, ഇവിടെ കിട്ടും എന്നൊക്കെ പറയുന്നത് MV ഗോവിന്ദൻ പറഞ്ഞത് തന്നെ. ഞങ്ങൾ ഒരുപാട് സീറ്റ് ജയിക്കും, 20 സീറ്റ് മത്സരിക്കുകയല്ലേ, ജയിക്കാനല്ലേ മത്സരിക്കുന്നതൊക്കെ പറഞ്ഞതല്ലാതെ അങ്ങനെ ഇത്ര സീറ്റൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവർക്കും എന്തോ ഒരു കണക്കുണ്ടായിരുന്നു.